വർഷം 1999. കാർഗിൽ യുദ്ധം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയം. ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധങ്ങൾ കൈവശമുള്ള രണ്ട് അയൽ രാജ്യങ്ങൾ പരസ്പരം പോർമുഖത്ത് നിൽക്കുന്നു. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് നോക്കി നിന്ന ദിവസങ്ങൾ. എന്നാൽ ആ യുദ്ധത്തിനിടയിൽ 1999 ജൂൺ 24 കാർഗിലിൻ്റെ ആകാശത്ത് അരങ്ങേറിയ ഒരു സംഭവം വർഷങ്ങളോളം പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ തയ്യാറായി നിന്ന ഒരു ലേസർ ഗൈഡഡ് ബോംബ്. ആ ബോംബിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് പാകിസ്ഥാൻ മണ്ണിൽ അപ്പോൾ ഉണ്ടായിരുന്നത് മറ്റാരുമായിരുന്നില്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫും കാർഗിൽ യുദ്ധത്തിൻ്റെ ബുദ്ധികേന്ദ്രമായ സാക്ഷാൽ ജനറൽ പർവേസ് മുഷറഫും. ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ, വെറും ഒരു റേഡിയോ സന്ദേശത്തിൻ്റെ ബലത്തിൽ അന്ന് വഴിമാറിപ്പോയത് ദക്ഷിണേഷ്യയുടെ മുഴുവൻ ചരിത്രമാണ്. ആ ബോംബ് അവിടെ പതിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ കാർഗിൽ സാക്ഷ്യം വഹിച്ചേനെ. അന്ന് ആകാശത്ത് ശരിക്കും എന്താണ് സംഭവിച്ചത്? ആയിരത്തി 1999 മെയ് മാസം. മഞ്ഞുകാലത്ത് ഉപേക്ഷിച്ചു പോകുന്ന പോസ്റ്റുകളിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർ താവളമടിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യം ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞു. 18,000 അടി ഉയരത്തിൽ ശത്രുവിന് പൂർണ്ണമായ മുൻതൂക്കമുള്ള ഭൂപ്രകൃതി. താഴെ നിന്ന് മുകളിലേക്ക് ആക്രമിക്കുക എന്നത് ഇന്ത്യൻ സൈന്യത്തിന് കടുത്ത വെല്ലുവിളിയായിരുന്നു. കരസേനയെ സഹായിക്കാൻ ഇന്ത്യൻ വ്യോമസേന രംഗത്തിറങ്ങി. ഓപ്പറേഷൻ സഫിദ് സാഗർ എന്ന പേരിട്ട ഈ നീക്കം വ്യോമസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി വാജ്പേയി സൈന്യത്തിന് കർശനമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. എന്ത് സംഭവിച്ചാലും നിയന്ത്രണ രേഖ അഥവാ LOC നിങ്ങൾ കടക്കാൻ പാടില്ല. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോകാതിരിക്കാൻ ഇന്ത്യ സ്വീകരിച്ച തന്ത്രപരമായ നിലപാടായിരുന്നു അത്. എന്നാൽ ഉയർന്ന മലനിരകളിലെ ശത്രു താവളങ്ങൾ തകർക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. സാധാരണ ബോംബുകൾ കൃത്യതയില്ലാത്തവയായിരുന്നു. അവിടെയാണ് ലേസർ ഗൈഡഡ് ബോംബുകളുടെ പ്രസക്തി വർദ്ധിച്ചത്. ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി തകർക്കാൻ വ്യോമസേന ജാഗ്വാർ യുദ്ധവിമാനങ്ങളെയാണ് ആശ്രയിച്ചത്. ജാഗ്വാർ വിമാനങ്ങളിലെ CLDS അഥവാ കോക്പിറ്റ് ലേസർ ഡെസിഗ്നേഷൻ സിസ്റ്റം സാങ്കേതികവിദ്യയാണ് ഇവിടെ നിർണായകമായത്. ഇതിൻ്റെ പ്രവർത്തനം രസകരമാണ്. 2 വിമാനങ്ങളിലായാണ് ഒരു ദൗത്യത്തിനായി പുറപ്പെടുക. ആദ്യത്തെ വിമാനം ലക്ഷ്യസ്ഥാനത്തിന് മുകളിലൂടെ പറന്ന് ലേസർ രശ്മികൾ ഉപയോഗിച്ച് ടാർഗറ്റ് ലോക്ക് ചെയ്യും. തൊട്ടു പിന്നാലെ വരുന്ന രണ്ടാമത്തെ വിമാനം ഈ ലേസർ പാത പിന്തുടർന്ന് കൃത്യമായി ലക്ഷ്യത്തിലേക്ക് ബോംബ് വർഷിക്കും. 1999 ജൂൺ 24, സമയം രാവിലെ 8:30. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 2 ജാഗ്വാർ വിമാനങ്ങൾ ശത്രുവിൻ്റെ ലോജിസ്റ്റിക്സ് ക്യാമ്പുകൾ തിരഞ്ഞ് നിയന്ത്രണ രേഖയ്ക്ക് സമാന്തരമായി പറക്കുകയായിരുന്നു. താഴെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പെട്ടെന്നാണ് ആദ്യ വിമാനത്തിലെ പൈലറ്റിൻ്റെ കണ്ണിൽ ആ കാഴ്ച ഉടക്കിയത്. അതൊരു സാധാരണ ക്യാമ്പായിരുന്നില്ല, വലിയൊരു സൈനിക താവളം തന്നെയായിരുന്നു. നിരവധി ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പൈലറ്റ് ഉടൻ തന്നെ തൻ്റെ വിമാനത്തിലെ ലേസർ ഡെസിഗ്നേഷൻ സിസ്റ്റം ഓൺ ചെയ്തു. ക്യാമ്പിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തു. ലേസർ രശ്മികൾ ആ ക്യാമ്പിനെ ലോക്ക് ചെയ്തു കഴിഞ്ഞു. തൊട്ടു പിന്നിൽ പറക്കുന്ന രണ്ടാമത്തെ ജാഗ്വാർ പൈലറ്റിന് ഇനി ഒരു ബട്ടൺ അമർത്തേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. കൃത്യമായി ആ ക്യാമ്പിൻ്റെ നടുവിൽ തന്നെ ബോംബ് പതിക്കും. എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിക്കാൻ തയ്യാറെടുക്കുകയാണ്. മുകളിൽ നിന്ന് ഇന്ത്യൻ പൈലറ്റ് ലക്ഷ്യം വെച്ച ആ ക്യാമ്പ് എവിടെയായിരുന്നു എന്ന് അയാൾക്കപ്പോൾ വ്യക്തമായിരുന്നില്ല. അത് ഇന്ത്യൻ അതിർത്തിയായ മുഷ്കോഹ് താഴ്വരയിലാണോ അതോ അതിർത്തിക്കപ്പുറം പാകിസ്ഥാൻ്റെ ഗുൾട്ടേരിയിലാണോ എന്നൊരു സംശയം ബാക്കി നിന്നു. എന്നാൽ അന്ന് ഗുൾട്ടേരിയിലെ ആ സൈനിക താവളത്തിൽ അതിപ്രധാനമായ ഒരു സന്ദർശനം നടക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫ് ആദ്യമായി കാർഗിൽ അതിർത്തിയിലെ മുന്നണി പോസ്റ്റുകൾ സന്ദർശിക്കാനെത്തിയ ദിവസമായിരുന്നു അത്. ഒപ്പം പാക് സൈനിക മേധാവി ജനറൽ പർവേസ് മുഷറഫും ഉണ്ടായിരുന്നു. മുകളിൽ മേഘങ്ങൾക്കിടയിൽ മരണത്തിൻ്റെ ഒരു ലേസർ രശ്മി തങ്ങളെ ലക്ഷ്യമാക്കി വന്നിരിക്കുന്നു എന്ന സത്യം താഴെ നിൽക്കുന്ന ആ രാജ്യത്തിൻ്റെ തലവന്മാർ അറിഞ്ഞിരുന്നില്ല. ബോംബ് ഡ്രോപ്പ് ചെയ്യാൻ രണ്ടാമത്തെ പൈലറ്റ് തയ്യാറെടുക്കുമ്പോൾ ആകാശത്ത് തികച്ചും യാദൃശ്ചികമായ മറ്റൊരു കാര്യം സംഭവിച്ചു. വെസ്റ്റേൺ എയർ കമാൻഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ എയർ കമാൻഡർ MK സിംഗ് ആ സമയം മറ്റൊരു ജാഗ്വാർ വിമാനത്തിൽ അതേ മേഖലയിൽ നിരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ആദ്യ ജാഗ്വാറിലെ ഫൈറ്റ് കമാൻഡർ താനൊരു വലിയ സൈനിക ക്യാമ്പിനെ ലോക്ക് ചെയ്തുവെന്ന് ആവേശത്തോടെ അദ്ദേഹത്തെ അറിയിച്ചു.
മുൻപ് തൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ആ യുവ പൈലറ്റിൻ്റെ ആവേശം സിംഗിന് മനസ്സിലായി. എന്നാൽ ഒരു കമാൻഡർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു സംശയം ഉണർന്നു. ടാർഗറ്റ് ഇന്ത്യൻ അതിർത്തിയിലാണോ അതോ പാക് അതിർത്തിയിലാണോ? ആക്രമണം നടത്തുന്നതിൽ ഗവൺമെന്റിന്റെ കർശന നിർദ്ദേശമുണ്ട്. ഒരിക്കലും നിയന്ത്രണ രേഖ മറികടക്കരുത്. സിംഗ് ഉടൻ തന്നെ പൈലറ്റിനോട് പറഞ്ഞു, ഡു നോട്ട് ഫയർ, ബോംബ് ഇടരുത്. നീ നിൽക്കുന്നത് നദിയുടെ ഈ കരയിലാണോ അതോ അക്കരയാണോ എന്ന് എന്നോട് കൃത്യമായി പറയുക. ആ നിർണായക നിമിഷത്തിൽ പൈലറ്റിന് അത് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്യസ്ഥാനം ഗുൾട്ടേരിയാണോ എന്ന് അയാൾക്ക് സംശയം തോന്നി തുടങ്ങി. അതോടെ NK സിംഗിന്റെ കർശനമായ നിർദ്ദേശം വീണ്ടും വന്നു, ബോംബ് അവിടെ ഇടരുത്. കമാൻഡറുടെ നിർദ്ദേശം അനുസരിച്ച് രണ്ടാമത്തെ വിമാനം ലേസർ ലോക്ക് ചെയ്ത പാതയിൽ നിന്നും മാറി നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ വശത്തുള്ള മുഷ്കോഖ് താഴ്വരയിൽ ലക്ഷ്യമില്ലാതെ ആ ബോംബ് വർഷിച്ചു. പാകിസ്ഥാന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുമായിരുന്ന ആ സ്ഫോടനം അങ്ങനെ ഒരു ഒഴിഞ്ഞ മലഞ്ചെരുവിൽ അവസാനിച്ചു. ദൗത്യം കഴിഞ്ഞ് ഇന്ത്യൻ വിമാനങ്ങൾ തിരിച്ചിറങ്ങി. പൈലറ്റുമാർ കൊണ്ടുവന്ന വീഡിയോ ദൃശ്യങ്ങൾ വ്യോമസേനാ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു. അന്നത്തെ വെസ്റ്റേൺ എയർ കമാൻഡ് മേധാവി എയർ മാർഷൽ വിനോദ് പാട്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിത്തെരിച്ചു. പൈലറ്റ് ലക്ഷ്യം വെച്ചത് പാക് അതിർത്തിക്കുള്ളിലെ ഗുൾട്ടേരി ക്യാമ്പ് തന്നെയായിരുന്നു. നിയന്ത്രണ രേഖ ലംഘിക്കാൻ പാടില്ല എന്ന നിയമം അവിടെ കൃത്യമായി പാലിക്കപ്പെട്ടു. എന്നാൽ യഥാർത്ഥ നടുക്കം അതായിരുന്നില്ല. പിന്നീട് ഇന്ത്യൻ ഇന്റലിജൻസും ഗവൺമെന്റ് രേഖകളും ഞെട്ടിക്കുന്ന ആ സത്യം സ്ഥിരീകരിച്ചു. അന്ന് കൃത്യം രാവിലെ 8:45 ജാഗ്വാർ വിമാനം ക്യാമ്പ് ലേസർ ലോക്ക് ചെയ്ത അതേ സമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫും ജനറൽ പർവേസ് മുഷറഫും ആ ക്യാമ്പിൽ സന്നിഹിതരായിരുന്നു. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, NK സിംഗ് അന്ന് ആകാശത്ത് വെച്ച് ആ റേഡിയോ സന്ദേശം നൽകിയിരുന്നില്ലെങ്കിൽ, യുവ പൈലറ്റ് ആവേശത്തിൽ ട്രിഗർ അമർത്തിയിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും കരസേനാ മേധാവിയും തൽക്ഷണം കൊല്ലപ്പെട്ടേനെ. ആണവായുധങ്ങൾ കൈവശമുള്ള പാകിസ്ഥാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കാർഗിൽ യുദ്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ ആണവ യുദ്ധമായി മാറിയേനെ. ദക്ഷിണേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കപ്പെടുമായിരുന്നു. കാർഗിൽ യുദ്ധം ഇന്ത്യയുടെ ധീരതയുടെ ചരിത്രമാണ്. എന്നാൽ ആ വിജയത്തിനപ്പുറം ഇന്ത്യൻ സൈന്യത്തിൻ്റെ അച്ചടക്കത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്ന് ആകാശത്ത് നടന്ന ഈ സംഭവം. ലക്ഷ്യം മുന്നിലുണ്ടായിരുന്നിട്ടും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും സൈനിക അച്ചടക്കവും ലംഘിക്കാൻ ഇന്ത്യൻ വ്യോമസേന തയ്യാറായില്ല. ചരിത്രം പലപ്പോഴും മുന്നോട്ട് പോകുന്നത് എടുത്ത തീരുമാനങ്ങളിലൂടെ മാത്രമല്ല, എടുക്കാതെ പോയ ചില തീരുമാനങ്ങളിലൂടെ കൂടിയാണ്. കാർഗിലിൻ്റെ ആകാശത്ത് ലക്ഷ്യം വെച്ചതിന് ശേഷവും അമർത്തപ്പെടാതെ പോയ ആ ബോംബിൻ്റെ ബട്ടൺ ഇന്നും ചരിത്രത്തിൽ മുഴങ്ങാത്ത ഒരു സ്ഫോടനമായി അവശേഷിക്കുന്നു. ഒരു നിശബ്ദ സ്ഫോടനം, ലോകത്തെ മുഴുവൻ ഒരു മഹാദുരന്തത്തിൽ നിന്നും രക്ഷിച്ച സ്ഫോടനം.